വെൽക്കം ടു ലിറ്റിൽ തിങ്സ് ബൈ അനു. ഇത് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് തലഭാഗത്തിന് ജസ്റ്റ് റാൻഡമായിട്ട് ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ കുറച്ച് സാധനങ്ങളോട് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ തലഭാഗത്തിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ നോക്കിയപ്പോൾ ആ സെയിം 50% ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് ബിഫോറായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ 20% ഓഫറിൽ എനിക്കൊരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് അഗെയിൻ 20 dirhams ഡിസ്കൗണ്ട് ആയിട്ട് ഞാൻ ജസ്റ്റ് അത്രയും സാധനങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തത് 4 dirhams 80 fils ആണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത്. ഞാൻ കാണിക്കാം. ഇത് ഞാനിവിടെ താഴെ കൊടുക്കാം, സ്ക്രീൻഷോട്ട് വയ്ക്കാം. ഇതിൽ ഞാൻ 22.92 dirhams 92 fils ആണ് ഞാൻ ടോട്ടലി പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ ഡിസ്കൗണ്ട് കേട്ടോ. 50% ആഫ്റ്റർ ഡിസ്കൗണ്ട് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 dirhams 92 fils ആയിരുന്നു. അതിൽ ഞാൻ അഗെയിൻ 20 dirhamsൻ്റെ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്തത്. ഡെലിവറി ഫീ ഇല്ല. സർവീസ് ഫീ പറഞ്ഞിട്ട് ഒരു 1 dirhams 38 fils മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോട്ടലി ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് 4 dirhams 30 fils ആണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് മോർ ദാൻ വർത്ത്. ഇറ്റ്സ് റിയലി മോർ ദാൻ വർത്ത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു എപ്പിസോഡ് 2 ആയിട്ട് നമുക്ക് വെക്കാം. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല തലഭാഗത്തിൻ്റെ ഒരു എപ്പിസോഡ് 2 എടുക്കാനായിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം അൺറാപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണിക്കാം. ഞാൻ വൈറ്റ് ബ്രെഡാണ് മേടിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം. യൂഷ്വലി ബ്രൗൺ ബ്രെഡാണ് മേടിക്കാറ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ബ്രാൻഡ് പറഞ്ഞില്ല. ഇത് ബബിൾ റാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇക്കാണ് ഗൈസ്. ഓക്കെ, ഇത് പക്ഷേ 15 eggs ഉള്ള ഒരു ട്രേ ആയിരുന്നു കേട്ടോ. 30 eggs ഉണ്ടായിരുന്നില്ല, 15 eggs ഉള്ളതാണ്. പിന്നെ 6 dirhams ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമില്ല. അല്ലിൻ്റെ എഗ്ഗ് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യം. അല്ലിൻ കേട്ടോ. അല്ലിൻ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. സോറി. എൻ്റെ അഗെയിൻ ചിക്കട്ട പഴം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പഴം ഇതും പിന്നൊരു സെൻറ്റ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴമാണുള്ളത്. നമുക്ക് പേരറിയാത്ത പഴങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ചിക്കട്ട തന്നെ മേടിച്ചു. സെയിം ഒരു മീഡിയം റെപ്പാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ പഴുത്തതായിരിക്കും തോന്നുന്നത്. കഴിക്കാൻ കേട്ട് എഗെയിൻ പാല് അൽമറായി. എഗെയിൻ അൽമറായുടെ പാല്. ഒരു കാര്യം പറയാൻ വിട്ടു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മിനിമം 30 dirhamsന് പർച്ചേസ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 20 dirhamsന് പർച്ചേസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പം 20 dirhams ആക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും മേടിക്കാന്നുള്ള രീതിയിൽ മേടിച്ചത് മാത്രമാണ്. ഒരു ക്രോയ്സൻറ്റും അതുപോലെ തന്നെ ഒരു ചീറ്റോസും. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്കൊരു 24 dirhamsൻ്റെ അടുത്ത് വന്നു. അങ്ങനെ എഗെയിൻ ഞാൻ 20 dirhamsൻ്റെ ആ കൂപ്പൺ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 4 dirhamsന് ഈ എല്ലാ ഐറ്റംസും കൂടി കിട്ടിയത്. സോ അൺഎക്സ്പെക്റ്റഡ്ലി ആണെങ്കിലും നമുക്ക് നല്ല ലാഭത്തിന് കിട്ടി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നമ്മൾ നോക്കുക. ഇപ്പം ഞാൻ തലഭാഗത്തിൽ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ന്യൂണിലും ഉണ്ട് സെയിം ഓഫേഴ്സ് കേട്ടോ. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇതുപോലെ ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാതെ അപ്പം തന്നെ മേടിക്കുന്നതായിരിക്കും ബുദ്ധിപരം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.